തൃശൂരിൽ വോട്ടിനായി ബി.ജെ.പി കിറ്റ് നൽകിയതായി പരാതി. ഒളരിയിലെ സൂപ്പർ മാർക്കറ്റിൽ നിന്നാണ് കിറ്റ് വിതരണം ചെയ്തത്. പണം മുടക്കി ബി.ജെ.പി തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കുന്നു എന്നാരോപിച്ച് എൽ.ഡി.എഫ് പ്രവർത്തകർ പ്രതിഷേധിച്ചു. ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി. നടരാജ് പരശുരാം തൃശൂരിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. നടരാജു, എന്താണ് എൽ.ഡി.എഫുകാരുടെ പരാതി? അത്തരത്തിലൊരു സംഭവം ഉണ്ടായോ അവിടെ? വിനിഷ, തൃശൂർ ഒളരിയിലെ സൂപ്പർ മാർക്കറ്റിൽ നിന്നാണ് ഇത്തരത്തിൽ കിറ്റ് വിതരണം നടന്നത്. പ്രദേശത്തെ ചില ആളുകൾ വരികയും കിറ്റ് വാങ്ങി പോവുകയും ചെയ്തു. വിവരമറിഞ്ഞ എൽ.ഡി.എഫ് പ്രവർത്തകരാണ് സ്ഥലത്തെത്തി ഇത് തടഞ്ഞത്. ഈ സൂപ്പർ മാർക്കറ്റിന്റെ ഉടമ പറയുന്നത് പ്രദേശത്തെ രാധാകൃഷ്ണൻ എന്ന വ്യക്തിയാണ് ഇത്തരത്തിൽ കിറ്റ് ഓർഡർ ചെയ്തതെന്നും ഇന്ന് രാവിലെ പോലും അദ്ദേഹം നിന്ന് ഇതിന്റെ കാര്യങ്ങൾ അന്വേഷിച്ചുവെന്നും അദ്ദേഹം പലപ്പോഴും ഇത്തരത്തിൽ തനിക്ക് ഓർഡർ തരുന്ന ആളാണെന്നും പറയുന്നുണ്ട്. ഈ രാധാകൃഷ്ണൻ ബി.ജെ.പി പ്രവർത്തകനാണെന്നാണ് CPI ആരോപിക്കുന്നത്. അവർ പ്രദേശത്തെത്തുകയും ഈ കിറ്റ് വിതരണം തടയുകയും ചെയ്തു. എൽ.ഡി.എഫ് പ്രദേശത്ത് പ്രതിഷേധം സംഘടിപ്പിച്ചു. വിഷുവിന് മുന്നോടിയായി പലചരക്ക് സാധനങ്ങൾ ഉൾപ്പെടുന്ന ഒരു കിറ്റാണ് വിതരണം ചെയ്യുന്നത്. ഏതാണ്ട് 900 രൂപയുടെ അടുത്ത് കിറ്റിലെ സാധന സാമഗ്രികൾക്ക് വില വരും. ഏതാണ്ട് ഇത് 28ഓളം അത്തരത്തിലുള്ള കിറ്റുകൾ വിതരണം ചെയ്തു എന്നാണ് ആക്ഷേപം. ബാക്കി കിറ്റുകൾ ആ കടയിലുണ്ട്. വിവരമറിഞ്ഞ ഇലക്ഷൻ കമ്മീഷൻ സ്ക്വാഡും പോലീസും സ്ഥലത്തെത്തി. സംഭവത്തിൽ ഒരു വിശദീകരണം ലഭ്യമാവുന്നതുവരെ കിറ്റ് കൊടുക്കുന്നത് ഉദ്യോഗസ്ഥർ തടഞ്ഞിരിക്കുകയാണ്. അതിനുശേഷം സ്ഥലത്ത് നിന്നും ആളുകളെ പിരിച്ചുപിടിക്കുകയും ചെയ്തു. എന്തായാലും ഇത് ബി.ജെ.പി തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ നടത്തുന്ന ശ്രമമാണെന്ന് എൽ.ഡി.എഫ് ആരോപിച്ചുകൊണ്ട് സ്ഥലത്ത് പ്രതിഷേധം നടത്തി. VS സുനിൽകുമാർ ഉൾപ്പെടെയുള്ള മുതിർന്ന ഇടത് നേതാക്കൾ സ്ഥലത്തെത്തുകയും ചെയ്തു. എന്തായാലും പ്രദേശത്ത് നിന്ന് ആളുകളെ ഇപ്പോൾ പറഞ്ഞു വിട്ടിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ബി.ജെ.പി കോടികൾ മുടക്കുന്നു എന്ന പ്രധാനപ്പെട്ട ആക്ഷേപം എൽ.ഡി.എഫ് ഉന്നയിക്കുന്നു. ഇത് ചട്ടലംഘനമാണെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കുമെന്നും എൽ.ഡി.എഫ് അറിയിച്ചിട്ടുണ്ട്. ഈ വിതരണം ചെയ്ത കിറ്റൊക്കെ തിരിച്ചു വാങ്ങി സെറ്റിൽ ചെയ്തോ നടരാജ്? ഇത് സംബന്ധിച്ചുള്ള നടപടികളിലേക്ക് കമ്മീഷൻ അധികൃതർ കടക്കുന്നതേ ഉള്ളൂ. അവർ എത്തുമ്പോഴേക്കും കുറച്ചുപേർ കിറ്റ് കൊണ്ടുപോയിരുന്നു. ബാക്കിയുള്ളവർ കിറ്റ് വാങ്ങാനായി ഈ പ്രദേശത്ത് വരുന്നതാണ് കണ്ടത്. ഇത് ആര് പറഞ്ഞേൽപ്പിച്ച കിറ്റാണ് എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു അവ്യക്തത നിലനിൽക്കുന്നുണ്ട്. പക്ഷേ രാധാകൃഷ്ണൻ എന്ന വ്യക്തിയാണ് തനിക്ക് ഓർഡർ നൽകിയതെന്ന് ഈ കടയുടമ പ്രദേശത്തുള്ളവരോടൊക്കെ പറയുകയുണ്ടായി. ഇത് സംബന്ധിച്ച് വിശദമായ ഒരു പരിശോധന കമ്മീഷൻ അധികൃതരും ഉദ്യോഗസ്ഥരും നടത്തുകയാണ്. എന്തായാലും കിറ്റ് ചിലർ വാങ്ങിപ്പോയിട്ടുണ്ട്. ബാക്കിയുള്ളവർ പിന്നീട് ഈ പ്രതിഷേധവും മറ്റും വന്നതോടുകൂടി കിറ്റ് വാങ്ങാതെ മടങ്ങുകയായിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്തും ഇത്തരം അട്ടിമറിക്ക് ബി.ജെ.പി ശ്രമിച്ചിരുന്നു എന്നുള്ള ആരോപണം ഇടതുപക്ഷം ഉന്നയിക്കുന്നുണ്ട്. ഇത്തരം കിറ്റ് വിതരണം ഉൾപ്പെടെയുള്ള പരിപാടികൾ അന്നും നടന്നിരുന്നുവെന്നും VS സുനിൽകുമാർ ഉൾപ്പെടെയുള്ള നേതാക്കൾ പറയുന്നുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിലും തൃശൂർ മണ്ഡലത്തിലെ പ്രചാരണത്തിൽ ഇത്തരം കിറ്റ് വിതരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചർച്ചയാകുമെന്ന കാര്യം ഉറപ്പാണ്. വിനിഷ, നടരാജു, സ്വാഭാവികമായിട്ടും ഇത്തരത്തിൽ സൂപ്പർ മാർക്കറ്റുകളിലേക്ക് ബൾക്ക് ഓർഡർ വരുന്ന സമയത്ത് ഇത് വിളിച്ച് ഓർഡർ ചെയ്യുന്ന ആളുകളുടെ ഫോൺ നമ്പർ അടക്കമുള്ള രേഖകൾ സൂക്ഷിക്കേണ്ടതാണ്. അത്തരത്തിലുള്ള ഫോൺ നമ്പർ സൂക്ഷിച്ചിട്ടുണ്ടോ? അത് സൂപ്പർ മാർക്കറ്റ് ഉടമ അത് സംബന്ധിച്ച് എന്തെങ്കിലും തരത്തിലുള്ള വിശദീകരണം നൽകുന്നുണ്ടോ? തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആ ഫോൺ നമ്പർ ശേഖരിച്ച് വിളിക്കുകയോ മറ്റോ ചെയ്തിട്ടുണ്ടോ? എന്താണ് അത് സംബന്ധിച്ചുള്ള ഒരു നടപടി? സൂപ്പർ മാർക്കറ്റ് ഉടമ പറയുന്ന കാര്യം, രാധാകൃഷ്ണൻ എന്ന വ്യക്തി, അദ്ദേഹത്തെ തനിക്കറിയാം, പ്രദേശവാസിയാണ്. അദ്ദേഹം തനിക്ക് മുമ്പും ഓർഡർ തരാറുണ്ട്. ആ വ്യക്തി തന്നെ ഓർഡറാണിത്. ഇത് പ്രകാരമാണ് വന്നവർക്ക് കിറ്റ് നൽകിയത് എന്ന കാര്യം അദ്ദേഹം പറയുന്നുണ്ടെങ്കിലും ഇത് പാർട്ടി പറഞ്ഞിട്ടുള്ള കിറ്റ് വിതരണമാണോ, ഇതിന് ടോക്കൺ സംവിധാനമോ മറ്റെന്തെങ്കിലും മുന്നറിയിപ്പ് ഉണ്ടായിരുന്നോ തുടങ്ങിയ കാര്യങ്ങൾക്കൊരു വ്യക്തമായ മറുപടി അദ്ദേഹം നൽകിയിട്ടില്ല. അദ്ദേഹം അത് അധികൃതരോട് വിശദീകരിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. പ്രധാനമായും എൽ.ഡി.എഫ് പറയുന്നത് ഇത് ഇത്തരത്തിലുള്ള വിതരണം തന്നെ